ദാ എല്ലാവർക്കും കസാപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഒരു അടിപൊളി അൺറേറ്റഡ് പ്ലേസിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതായത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രധാനമുള്ള ഒരു കോട്ടയാണ് ശ്രീകൃഷ്ണ കൊട്ടാരം. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയാണ് ഇന്നു കാണുന്ന രീതിയിൽ കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചത്. അതിനു മുമ്പ് കായംകുളം, അതായത് ഓടനാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ആസ്ഥാനവും ഇവിടെയായിരുന്നു. കൃഷ്ണപുരത്തിലെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള കൊട്ടാരം ഗാബറ്റ് റൂഫ്, ഇടുക്കി ഇടനാഴി, ഡോർമൻ ജന്നലുകൾ എന്നിവ ഉപയോഗിച്ച് കേരളത്തിൻ്റെ നിർമ്മാണ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കൊട്ടാരത്തിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ആലപ്പുഴ ജില്ലയിലുള്ളവർക്കും തൊട്ടടുത്ത് ജില്ലയിലുള്ളവർക്കും തങ്ങളുടെ സ്കൂൾ കുട്ടികളെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമാരെയോ കൊണ്ട് കാണിക്കാൻ പറ്റിയ ഒരു അടിപൊളി കൊട്ടാരമാണിത്. കാരണം ഒരുപാട് ചരിത്രപ്രധാനമുള്ള സംഭവങ്ങളൊക്കെ ഈ കൊട്ടാരത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അത് എല്ലാ കാര്യങ്ങളും എനിക്ക് വിശദമായിട്ട് അറിയില്ല, എങ്കിലും അറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഈ കൊട്ടാരം സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്ക് വളരെയധികം ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഇതിൻ്റെ നിർമ്മിതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ണ് തള്ളിപ്പോകും കേട്ടോ. അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച മരങ്ങളും അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഇന്നത്തെ കെട്ടിടങ്ങൾ പോലും അതിൻ്റെ 7 ഏലത്ത് നിൽക്കില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു കെട്ടിടമാണ്. സത്യം പറയാം, നമ്മൾ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 hours നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള, കാഴ്ചകൾ കാണാനുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രീകൃഷ്ണപുര കൊട്ടാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ദാണ്ട് ഈ കാണുന്നതാണ് കേരളത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ ഒറ്റ പാനൽ ചുവർ ചിത്രമായ ഗജേന്ദ്ര മോക്ഷം. ദാണ്ട് ഈ കാണുന്നതാണ് പുരാതന കാലങ്ങളിൽ രാജാക്കന്മാരും പ്രജകളും ഉപയോഗിച്ചിരുന്ന ലിപി, അതായത് എഴുത്തുകുത്തുകൾ. അന്നത്തെ കാലത്ത് അവരുപയോഗിച്ചിരുന്ന അക്ഷരങ്ങളുടെ ഒരു ശേഖരണമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് വ്യതിയാനങ്ങളൊക്കെ വരുത്തിയിട്ടാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മലയാള ഭാഷയുടെ അക്ഷരങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നൊരു വിശ്വാസമുണ്ട്. Get a little bit of gasoline. Welcome to another crime scene. Get a little bit of gasoline. ദാണ്ടെ ഈ കാണുന്നതാണ് രാജാക്കന്മാരും രാജ്ഞികളുമൊക്കെ നീരാടിക്കൊണ്ടിരുന്ന കുളം. ഇപ്പോൾ പോലും ഈ കുളം വളരെ ക്ലീനായിട്ടും കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടും അവർ അതിനെ പരിപാലിച്ച് പോകുന്നുണ്ട്. അതായത് ലിൻസു കൊട്ടാരത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഞങ്ങൾ കയറുകയാണ്. അതിൻ്റെ ഏണിയെന്ന് വെച്ചാൽ സത്യത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കയറാൻ. എനിക്കറിയില്ല അന്നത്തെ കാലത്ത് ഈ രാജാക്കന്മാരും രാജ്ഞികളും അവരുടെ പരിചാരകന്മാരൊക്കെ എങ്ങനെയായിരുന്നു അതിലൂടെ മുകളിലോട്ട് കയറിയെന്ന്. അതിൻ്റെ ഒരു ആംഗിൾ എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ഏകദേശം ഒരു 10-15 ഡിഗ്രി ചരിവ് മാത്രമേ ഉള്ളൂ. ഇത് കൊട്ടാരത്തിൻ്റെ മുകൾ ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. Set your place on fire. Let's get higher. I'm gonna set your place on fire.
Let's get higher. I'ma make it burn. 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 ഇതേ കാണുന്നില്ല, ഈ കാണുന്നതാണ് പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന എന്താ പറയുക നാണ്യങ്ങൾ. അതിൻ്റെ നാണ്യ ശേഖരമാണ് ഈ കാണുന്നത്. അത് എന്താ പറയുക സ്വർണ്ണത്തിലുള്ളതുണ്ട്, വെള്ളിയിലുള്ളതുണ്ട്, ചെമ്പിലുണ്ടാക്കിയതുണ്ട്. വളരെ എനിക്ക് തോന്നുന്നു ഈ നാണയത്തിന് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഒരാണയ്ക്ക് ഇപ്പം നമുക്കൊരു 25,000-50,000 ഒക്കെ കിട്ടും. അപ്പോൾ അത്രയ്ക്കും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒന്നൊന്നര ശേഖരണം തന്നെ നമ്മൾ ഈ കൊട്ടാരത്തിൽ വന്നാൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. I'ma make it burn. I'ma make it burn. Put a little bit of shit. Get a little bit of gasoline. Welcome to another crime scene. Get a little bit of gasoline. Welcome to another crime scene. Get a little bit of gasoline. Welcome to another crime scene. ഈ കാണുന്നതാണ് രാജാക്കന്മാർ മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്ന അവരുടെ ഹാള്. ഇവിടെയാണ് രാജാവും മന്ത്രിയും പിന്നെ അവരുടെ എന്താ പറയുക ശിങ്കിടികളും എല്ലാവരും ഇരുന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സ്ഥലം. ഇതിലെ കൂടി നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൊട്ടാരത്തിൻ്റെ മുൻവശം വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇനി നമുക്ക് കൊട്ടാരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഓക്കെ, Welcome to another crime scene. Get a little bit of gasoline. Welcome to another crime scene. Get a little bit of gasoline. Welcome to another crime scene. Get a little bit of gasoline. Welcome to another crime scene. So hot, I gotta pay. I can make that earthquake. It is so hot, I gotta. ദാണ്ട് ഈ കാണുന്നതാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പീരങ്കി ഉണ്ടകൾ. പീരങ്കി ഉണ്ട എന്നൊക്കെ പറയുമ്പം അന്നത്തെ കാലത്തെ പീരങ്കി ഉണ്ട എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക ഈ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പാറക്കല്ലിൻ്റെ കഷ്ണം ഉരച്ച് ഉരുട്ടി എടുത്തതാണെന്നാണ് കാണുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ പണ്ട് കാലത്ത് മറ്റേ പോലീസുകാർ ഉപയോഗിച്ചിരുന്ന അവരുടെ കൈവിലങ്ങ്, പിന്നെ സംസ്കൃത ബൈബിള്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പരിച, ഈ പരിച എന്ന് വെച്ചാൽ വളരെ പഴക്കം ചെന്ന പരിചയാണ്. അന്നത്തെ കാലത്തെ രാജാവ് കായംകുളം വാൾ, രാജാവ് ഉപയോഗിച്ചിരുന്ന കായംകുളം വാളാണ് ഈ കാണുന്നത്. ഇതുപോലെ ഒത്തിരി ശേഖരങ്ങൾ. സത്യത്തിൽ ഞാനൊന്ന് നെട്ടിപ്പോയി അവിടെ പോയിട്ട്. ഇത്രയും അധികം പുരാവസ്തുക്കളുടെ ശേഖരമുള്ള ഒരു കൊട്ടാരം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് അതൊരു ഹൈലൈറ്റ് ആയില്ല എന്ന് പറയുന്നത് വളരെ ഒരു ദുഃഖകരമായ കാഴ്ചയാണ്. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കക്കൂസാണിത്. ഇത് അവരുടെ ബാത്റൂമാണ്. അപ്പം അതിൻ്റെ എന്താ പറയുക വലിപ്പമൊക്കെ കണ്ടില്ലേ, നല്ല വലിപ്പമുണ്ട്. ജനലൊക്കെ നല്ല ഓപ്പണാക്കി വെച്ചിരിക്കുന്നു. അപ്പം മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടെ നമുക്കൊന്ന് പോയി വരാം. ഓക്കെ, I can make that earthquake. Make it move, make it groove. 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 അങ്ങനെ ഒരുപാട് ചരിത്രപരമായ അറിവുകൾ നമുക്ക് ഈ കൊട്ടാരത്തിൽ പോയാൽ ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾ
ഇവരൊക്കെ മസ്റ്റായിട്ടും കാണേണ്ട ഒരു കൊട്ടാരം തന്നെയാണെന്ന് ഞാൻ ഡെഫിനറ്റ്ലി പറയും. കേരളത്തിൻ്റെ പുരാണ ചരിത്രങ്ങൾ ചിത്രകലയിലൂടെയും അതല്ലാതെ പുരാവസ്തു ശേഖരണങ്ങളിലൂടെയും നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു വളരെ മനോഹരമായ കൊട്ടാരമാണിത്. അപ്പോൾ ഈ കൊട്ടാരത്തിലെത്തിച്ചേരാനുള്ള വഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം ദൂരെയാണ് ഈ കൊട്ടാരമുള്ളത്. പിന്നെ ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മളൊരു പ്ലേസ് കണ്ടെത്താൻ വളരെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഗൂഗിളിൽ ഡയറക്റ്റ് അടിച്ചു കൊടുത്താൽ മതി. കൃഷ്ണപുരം കൊട്ടാരം കായംകുളം എന്ന് അടിച്ചു കൊടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. ഇനി ബസ്സിൽ വരികയാണെങ്കിൽ തന്നെ കായംകുളത്ത് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് കൊട്ടാരത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ കൊണ്ടുവിടുന്നതായിരിക്കും. അപ്പം ഞാൻ വളരെയധികം മോളെ കൂടെ പോയി എൻജോയ് ചെയ്തു. വളരെ നല്ല കാഴ്ചകളായിരുന്നു. അപ്പോൾ ഈ കൊട്ടാരം ഇതുവരെയും ആരും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കണ്ടിരിക്കണം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും വണക്കം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.